Next topic, causal and non-causal signal. Causal signal x of t equal to 0 when t less than 0, otherwise non-causal signal. അപ്പം t less than 0യിൽ x of t equal to 0 ആണെന്നുണ്ടെങ്കിൽ അതൊരു causal signal ആണ്, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു non-causal signal ആണ്. Anti-causal signal x of t equal to 0 when t greater than 0. അപ്പം t greater than 0 എന്നുള്ള കണ്ടീഷനിൽ x of t എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ അതൊരു ആൻറ്റി-കോസൽ സിഗ്നൽ ആണ്. ഇതാണ് കോസൽ സിഗ്നലിൻ്റെ ഗ്രാഫ്. ഇത് നോൺ കോസൽ സിഗ്നലിൻ്റെ, ഇത് ആൻറ്റി കോസൽ സിഗ്നലിൻ്റെ. ദ സിഗ്നൽ വിച്ച് ആർ നോൺ കോസൽ സിഗ്നൽ ആർ കോൾഡ് കോസൽ സിഗ്നൽ ആർ കോൾഡ് നോൺ കോസൽ സിഗ്നൽ. അപ്പം കോസൽ സിഗ്നലായിട്ടുള്ള ഇല്ലാത്ത എല്ലാ സിഗ്നൽസിനെയും ആൻറ്റി കോസൽ സിഗ്നൽ എന്നാണ് പറയുന്നത്, നോൺ കോസൽ സിഗ്നൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എനർജി ആൻഡ് പവർ സിഗ്നൽ. എനർജി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. അപ്പം എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. ഒരു എനർജി സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ എനർജി വിൽ ബി ഫൈനൽ ആൻഡ് പവർ വിൽ ബി 0. അപ്പോൾ ഈ തന്നേക്കുന്ന ഒരു എനർജി സിഗ്നൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഫൈനൈറ്റും ആയിരിക്കും, പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. Power of a signal is equal to limit t tends to infinity 1 by t integral minus t by t to t by t modulus of x of t whole square dt. അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ലിമിറ്റ് t tends to infinity 1 by t integral minus t by t to t by 2 modulus of x of t whole square dt. അപ്പോൾ ഈ തന്നേക്കുന്ന സിഗ്നലിന് പവർ സിഗ്നൽ ആണോ എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ എനർജി വിൽ ബി ഫൈനൈറ്റ് ആൻഡ് പവർ ഇൻഫിനിറ്റ് ആൻഡ് പവർ വിൽ ബി ഫൈനൈറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സിഗ്നലിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റും ആയിരിക്കും, പവർ എന്ന് പറയുന്നത് ഫൈനൈറ്റും ആയിരിക്കും. ഫോർ പീരിയോഡിക് ഫംഗ്ഷൻ, അപ്പോൾ ഈ തന്നിരിക്കുന്ന സിഗ്നൽ പീരിയോഡിക് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഈ പവറിൻ്റെ ഇക്വേഷൻ ചേഞ്ചായി പി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1 by t ഇൻ്റഗ്രൽ 0 to t മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. അപ്പം നേരത്തെ നിന്നുള്ള ലിമിറ്റ് മൈനസ് ടി ബൈ ടി ടു ടി ബൈ 2 ചേഞ്ചായി ലിമിറ്റ് 0 to t ആവും. ഓൾ പീരിയോഡിക് സിഗ്നൽസ് ആർ പവർ സിഗ്നൽസ്. അപ്പം എല്ലാ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പവർ സിഗ്നലാണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് ഡിറ്റർമിൻ വെദർ ദ സിഗ്നൽ ഈസ് എനർജി ഓർ പവർ സിഗ്നൽ. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതർവൈസ്. അപ്പം ഫസ്റ്റ് നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് എനർജി ഇക്വേഷൻ അറിയാം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇൻ്റഗ്രൽ 0 ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 സ്ക്വയർ ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 ഡി ടി ഇസ് ഈക്വൽ ടു ടി ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി മൈനസ് 0 ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ എനർജി ഇൻഫിനിറ്റി എന്ന് കിട്ടി. നെക്സ്റ്റ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1 by t ഇൻ്റഗ്രൽ മൈനസ് ടി ബൈ ടി ടു ടി ബൈ 2 മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1 by t ഇൻ്റഗ്രൽ 0 ടു ടി ബൈ 2 മോഡുലസ് ഓഫ് എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയർ dt is equal to limit t tends to infinity 1 by t integral 0 to t by 2 1 square dt is equal to limit t tends to infinity 1 by t 0 to t by 2 is equal to limit t tends to infinity 1 by t into t by 2 minus 0 is equal to limit t tends to infinity 1 by t into t by 2 is equal to 1 by 2. അപ്പോൾ p is equal to 1 by 2 എന്ന് കിട്ടി. Since energy is infinite and power is finite, ഇറ്റ്സ് എ പവർ സിഗ്നൽ. അപ്പോൾ നമുക്ക് കിട്ടിയ എനർജി എന്ന് പറയുന്നത് ഇൻഫിനൈറ്റും ആണ്, പവർ എന്ന് പറയുന്നത് 1/2.
എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പവർ സിഗ്നലാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം സിഗ്നൽ. ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ഹൂസ് വാല്യൂ ക്യാൻ ബി പ്രഡിക്റ്റഡ് അറ്റ് എനി ടൈം ടി. അപ്പം നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അറ്റ് എനി ടൈം ടി. an എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ഒമേഗ ടി. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഒരു ഡിറ്റർമിനന്റ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ച് റെപ്രസെൻറ്റ് പറ്റും. റാൻഡം സിഗ്നൽ ഇറ്റ്സ് വാല്യൂ കനോട്ട് ബി പ്രഡിക്റ്റഡ്. അപ്പോൾ റാൻഡം സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എക്സാമ്പിൾ എന്ന് പറയുന്നത് നോയ്സ് സിഗ്നൽ. നമുക്ക് നോയ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.